തുടക്കക്കാർക്ക് സിബ് വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അറിയാണ്ട് സിബ് വെക്കാതിരിക്കുന്ന കേസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ സിബ് വെക്കാനുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ സെയിം കളർ സിബ് എടുക്കുക. പിന്നെ വേണ്ടത് മറിച്ചിടാൻ ഇതുപോലൊരു ക്ലോത്താണ്. നമ്മൾ ഓപ്പൺ ചെയ്തതിനേക്കാളും 2 ഇഞ്ച് നീളം കൂടുതൽ എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അതുപോലെ വിഡ്ത്ത് 3 ഇഞ്ചും ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ആ പീസ് എടുക്കുക, ഇതുപോലെ വെക്കുക. നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് സിബ് വെക്കാനുള്ളത് ഓപ്പണും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉടുപ്പിൻ്റെ നല്ല വശം അതുപോലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഈ നമുക്ക് ഇതൊന്നും വെച്ചിട്ട് അടിച്ചതുപോലെ കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ അടിച്ച് വരുന്നത്. അടിച്ച് ഈ ഭാഗത്ത് എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തി ഇങ്ങോട്ടേക്ക് മറച്ച് നമ്മൾ അവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സൂചി കുത്തി നിർത്തുന്ന ഭാഗം ഒരു വി ഷേപ്പിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടും. ഇതുപോലെ ഇനി കട്ട് ചെയ്ത് എൻ പോർഷനിൽ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ നഖം കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നിൽക്കും. അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. കോട്ടൺ അല്ലെങ്കിൽ മാത്രമേ അയൺ ചെയ്യേണ്ടുള്ളൂ. ഇനി നമ്മൾ ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കണം. അതിനായിട്ട് നമ്മൾ മറിച്ചിടുന്ന ക്ലോത്ത് ഒന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ തന്നെ ഒന്ന് മടക്കി അടിക്കുക. അത് നിങ്ങൾക്ക് ആദ്യമേ ചെയ്യാം. ഞാനിപ്പോൾ സിബ് വെക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് സിബ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. തുണി നന്നായിട്ട് ആ സിബിൻ്റെ പല്ലിൻ്റെ അടുത്ത് ഒരുപാട് ആയിട്ട് കയറി നിൽക്കരുത്. അപ്പോൾ നമുക്ക് സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പണി ഉണ്ടായിരിക്കും. ഇതുപോലെ അടിഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് സ്ക്വയറിലാക്കുക. അതുപോലെ ഈ ക്ലോത്ത് ഒന്ന് മേലേക്ക് ആ സിബ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പുറത്തെ സൈഡ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് 1-2 പ്രാവശ്യം ചെയ്ത് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇയാണ് നമുക്ക് സിബ് വെച്ചതിന് ശേഷമാണ് കേട്ടോ നെക്ക് നമ്മൾ റെഡിയാക്കുക. അപ്പോൾ ഇനി നെക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സംഭവം സിബ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.